നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ അല്ലേ? നമ്മുടെ കൊറോണയൊക്കെ കുറയുന്നുണ്ട്. നിങ്ങൾ പത്രം വായിക്കാറില്ലേ? എല്ലാ ദിവസവും പത്രം വായിക്കണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അതെ, കൊച്ചനുജൻ എന്ന കവിത പകുതി ഭാഗം നമ്മൾ നോക്കി. കവിത എഴുതിയ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് എഴുതി. എല്ലാവരും എഴുതി അല്ലേ? അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്? ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവാൻ പാടുള്ളൂ. ചോദ്യരൂപങ്ങൾ ചേർത്തുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ചോദ്യരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ആര്, എന്ത്, എന്തിന്, ആരൊക്കെ, എന്തുകൊണ്ട്, എപ്പോൾ തുടങ്ങിയ ചോദ്യരൂപങ്ങളിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ഉണ്ടാക്കിയ ചോദ്യം: ആരാണ് കൊച്ചനുജൻ എന്ന കവിത എഴുതിയത്? അതിനൊരു ഉത്തരമില്ലേ? ഉണ്ട്. എന്താണ് ഉത്തരം? ആരാണ് കൊച്ചനുജൻ എന്ന കവിത എഴുതിയത്? യെസ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. കൊച്ചനുജൻ എന്ന കവിതയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അതെ, കൊച്ചനുജനും ചേച്ചിയും. കൊച്ചനുജൻ എന്ന കഥയിലെ പ്രധാന ആശയം, എന്തിനെ കുറിച്ചാണ് കൊച്ചനുജൻ എന്ന കഥ പ്രതിപാദിക്കുന്നത്? എന്തിനെ കുറിച്ചാണ് കൊച്ചനുജൻ എന്ന കവിതയിൽ പ്രതിപാദിക്കുന്നത്? കൊച്ചനുജനും ചേച്ചിയും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തൂല്ലേ? ഇനി നമുക്ക് ബാക്കി ഭാഗം ഒന്ന് നോക്കാം. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കഥ എവിടെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? തെക്കേ പുറത്ത്, വീടിന്റെ തെക്കേ പുറത്തുള്ള പറമ്പിൽ കൊച്ചനുജനും ചേച്ചിയും കുന്നിക്കുരു പൊറുക്കി കളിക്കുകയായിരുന്നു. ആ സമയത്ത് അമ്മ ചേച്ചിയെ വിളിച്ചു. ചേച്ചിയെ മാത്രമാണ് വിളിച്ചത്. ചേച്ചി വീട്ടിലേക്ക് പോയി. അതിന്റെ പുറകെ വിളിച്ചില്ലെങ്കിലും കൊച്ചനുജനും വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ വെള്ള വസ്ത്രധാരികളായ 4 പേർ ഉമ്മറക്കോലായിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തുപോലെയാണ് അത് കവി അവിടെ ഉപമിച്ചിരിക്കുന്നത്? അമ്പല പറമ്പിലെ കന്മതിലിന്മേൽ അമ്പലപ്രാവുകൾ ഇരിക്കുന്നത് പോലെയാണ് ആ 4 പേരെയും കണ്ടപ്പോൾ തോന്നിയത്. അതിലൊരാൾ കൊച്ചനുജനോട് ചിരിച്ചു. പക്ഷേ കൊച്ചനുജൻ ചിരിച്ചില്ല. ഒരു കുത്തു കൊടുക്കാനാണ് കൊച്ചനുജന് തോന്നിയത്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ലാസ്റ്റ് 6 വരി മാത്രമാണ് ടീച്ചർ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി നിങ്ങൾ വായിച്ചിരുന്നോ? കവിത വെറുതെയെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിരുന്നോ? എന്തിനാവാം അവർ അവിടെ വന്നത്? നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? കൊച്ചനുജനൊന്നും മനസ്സിലായിട്ടില്ല. നമുക്ക് നോക്കാം. എല്ലാവരും പുസ്തകം എടുക്കൂ. ആളൊഴിഞ്ഞന്തി വിളക്കുവെച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ ആരും അകായിലില്ലെന്തേ വടക്കിനെ മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ട് വന്ന നേരം ഞാൻ അറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി. ആളൊഴിഞ്ഞന്തി വിളക്കുവെച്ചു. സന്ധ്യാസമയം എല്ലാവരും പോയി. അതിനുശേഷം ആളൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന ആളുകളെല്ലാം പോയി. സന്ധ്യയായി.
സന്ധ്യയ്ക്ക് ദീപം കൊളുത്തി. ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ. വിളക്ക് വെച്ചതിന് ശേഷം എല്ലാവരും ബാലപാഠം, കുട്ടികൾക്ക് പഠിക്കാനുള്ളത്, പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളെല്ലാവരും പഠിക്കാനുള്ളത് എടുത്ത് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ കൊച്ചനുജനും പഠിക്കാൻ തുടങ്ങുകയായിരുന്നു. ആരും മകായിലില്ലെന്തേ, വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. സാധാരണ കൊച്ചനുജൻ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ അച്ഛനോ അമ്മയോ ചേച്ചിയോ അമ്മമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അകായി എന്ന് പറഞ്ഞാൽ അകത്ത് മുറി, ആ മുറിയിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും വടക്കിനിയിലാണ്. വടക്കിനി എന്ന് പറഞ്ഞാൽ എന്താ? അടുക്കള. പണ്ടുള്ളവര് അടുക്കളയ്ക്ക് അങ്ങനെയാണ് പറയാ. അടുക്കളയിൽ ഒരു നാട്ടുകൂട്ടം, അതായത് അയൽപക്കക്കാരും ബന്ധുക്കളും ഒക്കെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ട് വന്ന നേരം. അവിടെ നിന്ന് ഒരു തേങ്ങലുകൾ കേട്ടു. എന്തോ ആരൊക്കെയോ ചിരിക്കുന്നത് കേട്ടു. തേടി അന്വേഷിച്ച്, എന്താണെന്ന് അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഞാൻ അറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്ന് തോന്നി. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത എന്തോ ഭാഷയിൽ അവരെല്ലാവരും സംസാരിക്കുന്നു. ഒരു തേനീച്ചക്കൂട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ തേനീച്ചയുടെ എന്നുള്ള ഒരു മൂളല് കേൾക്കും. അത് തേനീച്ച അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെ സംസാരിക്കുന്നതായിരിക്കാം, പക്ഷേ നമുക്കതൊരു മൂളൽ മാത്രം. അതുപോലെ ഈ കുട്ടിക്കും ഒന്നും മനസ്സിലായില്ല. അവരെന്തൊക്കെയോ സംസാരിക്കുന്നു. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദം മന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പ് കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദം മന്ദം പുറം തലോടി. എന്റെ അരികിലിരുന്ന് മന്ദം മന്ദം പുറം തലോടി. സാധാരണ എന്റെ അരികിലിരുന്ന് എന്നെ രാത്രിയായാൽ രാത്രിയായാൽ കഥയൊക്കെ പറഞ്ഞ് ഉറക്കാറുണ്ട്. ഇന്ന് നീ എന്റെ അരികിലിരുന്ന് എന്റെ പുറം ഇങ്ങനെ തലോടി. എന്നിട്ടോ നീണ്ട നെടുവീർപ്പ് കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. കിനാവ് എന്ന് പറഞ്ഞ സ്വപ്നം. നീണ്ട നെടുവീർപ്പ് കൊണ്ടാണ് നീ എന്നെ അന്ന് ഉറക്കിയത്. നീണ്ട നെടുവീർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തയിലാവുമ്പോൾ, മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയാണ്, ടെൻഷനുള്ള കാര്യമൊക്കെ, പിന്നെ നമ്മൾ അതിന് സ്വയം ഒരു ആശ്വാസം കണ്ടെത്തും. കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്വാസം മേലേക്ക് വലിച്ച് താഴേക്ക് വിടും. ഇതാണ് നെടുവീർപ്പ്. അപ്പൊ ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളുണ്ട്. അങ്ങനെ ചേച്ചി ഇടയ്ക്കിടെ നീണ്ട നെടുവീർപ്പുകൾ ഇങ്ങനെ ഇടുന്നുണ്ട്. ഈ നെടുവീർപ്പുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ അന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ടു. പോവുകയാണു നീ വേറെയെങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ. എന്തു സ്വപ്നമാണ് കൊച്ചനുജൻ കണ്ടത്? പോവുകയാണ് ചേച്ചി കൊച്ചനുജനെ കൂട്ടിടാതെ. ചേച്ചി എന്നെ വിട്ട് അതാ പോകുന്നു, എന്നെ കൂട്ടാതെ. എന്നെ ഇവിടെ ഉപേക്ഷിച്ച് ചേച്ചി ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നു. പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിൽ എന്തു ചെയ്യും? ചേച്ചി ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇവിടം വിട്ട് ചേച്ചി പോവുകയാണെങ്കിൽ, ചേച്ചിയുടെ പാവയും പീലിയും ചേതന പോലെ കാത്ത, ജീവനെ പോലെ കാത്തു സൂക്ഷിച്ച ഈ പാവയും പീലിയും എല്ലാം ചേച്ചി എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരമാണ് അവരോട് പറയുക? നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ആളൊഴിഞ്ഞന്തി വിളക്കു വെച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ, ആരും അകായിലില്ലെന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ട് വന്ന നേരം. ഞാൻ അറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദം മന്ദം പുറം തലോടി. നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. പോവുകയാണു നീ വേറെയെങ്ങോ
പൊന്നനുജാതനെ കൂട്ടിടാതെ, പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിൽ എന്തു ചെയ്യും. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഒരു 6 വരിയും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഞാനിനി താനേ കുളിച്ചുകൊള്ളാം, ഞാനിനി താനേ കിടന്നുറങ്ങാം, ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടു പോവുകയാകും കുറച്ചു വേദം. ഞാനിനി താനേ കുളിച്ചുകൊള്ളാം. സാധാരണ ഈ ചേച്ചി കൊച്ചനുജനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി നിർത്താറുണ്ട്. ഇനി ചേച്ചി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാനിനി താനേ കുളിച്ചുകൊള്ളാം, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം, ഞാനിനി താനേ കിടന്നുറങ്ങാം. സാധാരണ രണ്ടുപേരും ഒരുമിച്ചാണ് രാത്രിയിൽ ഉറങ്ങാറ്. ചേച്ചി നല്ല നല്ല കഥകളൊക്കെ തന്റെ കൊച്ചനുജന് പറഞ്ഞു കൊടുക്കും. ഇനി അതൊന്നും ഉണ്ടാവില്ലല്ലോ. ചേച്ചി പോവുകയാണെങ്കിൽ ഞാനിനി താനേ കുളിക്കാം, ഞാൻ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിക്കൊള്ളാം എന്നൊക്കെ കുട്ടി സ്വയം ആശ്വസിക്കുകയാണ്. ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടു പോവുകയാവും കുറച്ചു ഭേദം. എന്നെ കൊണ്ടായതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കാം ഇനി നല്ലത് എന്ന സത്യം കുട്ടി മനസ്സിലാക്കുന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയാണ് കുട്ടി. നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും, തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു, ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും. നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും, തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു. നീ നട്ടു വളർത്തിയ ആ മുല്ല മുട്ട് വിടരാൻ തുടങ്ങി. അതായത് ചേച്ചി നട്ടുപിടിപ്പിച്ച മുല്ലയിൽ പൂവ് വിടരുകയും സുഗന്ധം വ്യാപിക്കാനും തുടങ്ങി. ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും. ഒരു മുല്ല, ഏതൊരു ചെടിയും വേര് പിടിച്ച് നല്ലോണം അവിടെ ആയതിനു ശേഷമാണ് അത് മുകളിലേക്ക് വളർന്ന് പൂവൊക്കെ ഇടുക. ഈ ചെടി ആഴത്തിൽ ഇത്രയും വേരിറങ്ങിപ്പോയി, ഇനി നീ പോവുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ ഈ ചെടിയെ പറിച്ചു മാറ്റുവാൻ കഴിയും എന്നാണ് കൊച്ചനുജൻ ചോദിക്കുന്നത്. ഇവിടെ ചെടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പ്രവേശക പ്രവർത്തനത്തിലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെടിക്ക് വളരാൻ വളവും മണ്ണും വേരും സൂര്യപ്രകാശവും എല്ലാം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ചെടി തഴച്ച് വളരുകയുള്ളൂ. അതെല്ലാം സ്നേഹമാണ് എന്നാണ് ആ പ്രവേശക പ്രവർത്തനത്തിൽ ജി കുമാരപിള്ള പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും കവി കൊച്ചനുജനിലൂടെ നമ്മോട് പറയുന്നത്. കൊച്ചനുജനും ചേച്ചിയും തമ്മിലുള്ള അഗാധമായ ഈ സ്നേഹബന്ധം വേർപെടുത്താൻ എങ്ങനെ ചേച്ചി നിനക്ക് കഴിയും എന്നാണ് ഇത് നമ്മോട് തന്നെ കൊച്ചനുജനിലൂടെ കവി ഈ സമൂഹത്തിനോട് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് ഓരോ പെൺകുട്ടിയും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വളരെ സ്നേഹലാളനകളേറ്റ് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ചേട്ടന്റെയും ചേച്ചിയുടെയും കൊച്ചനുജന്റെയും ബന്ധുക്കളുടെ എല്ലാവരുടെയും സ്നേഹലാളനകളേറ്റ് വളർന്ന ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാവുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്, വിവാഹിതയായി പോവുകയാണ്. അത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. എങ്കിലും ആ സമയത്ത് ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു മനോവേദന, ഇവിടെ ഇത്രയും ആഴത്തിൽ വേര് ഉറച്ച ഒരു വീട്ടിൽ നിന്നാണ് ചേച്ചി പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത്. അവിടെ അവൾക്ക് ആവശ്യമായ മണ്ണും വളവും സൂര്യപ്രകാശവും വെള്ളവും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ചെടി തഴച്ച് വളരില്ല. ചിലത് മുരടിക്കും, ചിലത് തഴച്ചു വളരും, ചിലത് നശിക്കും. അങ്ങനെയാണ് ഓരോ സ്ത്രീയുടെയും ജീവിതവും അത് തന്നെയാണ്. നിങ്ങൾ പേപ്പർ വായിക്കാറില്ലേ മക്കളെ? കഴിഞ്ഞ ആഴ്ച പത്രത്തിലൊക്കെ കണ്ടത് എന്താണ്? ഇതുപോലെ പൊന്നോമനയായി മറ്റൊരു വീട്ടിലേക്ക് പോയ ഒരു പെൺകുട്ടി അവിടെ അനുഭവിച്ച പീഡനങ്ങളുടെ കഥ അല്ലേ? സ്ത്രീധനം എന്ന മഹാവിപത്ത്. ഭാവിയിലെ അച്ഛനും അമ്മയും ഒക്കെ ആകേണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പാഠം ഇതിലുണ്ട്. സ്ത്രീധനം വാങ്ങി ആരും വിവാഹം കഴിക്കില്ല. സ്ത്രീധനം ചോദിക്കുന്നവരെ ഞങ്ങൾ വിവാഹം കഴിക്കുകയില്ല
എന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ദൃഢപ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ പഠിച്ച് നല്ലൊരു ജോലി നേടിയതിനു ശേഷം മാത്രമേ, ഇന്ന ജോലി എന്നൊന്നുമില്ല, തനിക്ക് ഒരു മാനസിക സന്തോഷത്തിനും വരുമാനത്തിനും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു തൊഴിൽ നേടിയതിനു ശേഷം മാത്രമേ ഓരോരുത്തരും, ആണായാലും പെണ്ണായാലും, വിവാഹിതരാകാൻ പാടുള്ളൂ. ഇതൊക്കെ നാം അറിഞ്ഞത് ഇരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും പാഠത്തിലില്ല, എങ്കിലും ടീച്ചർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്, അല്ലെ? വിസ്മയ എന്ന് പറയുന്ന ഒരു കുട്ടി അനുഭവിച്ച, അത് പഠിച്ച് ജോലി വാങ്ങിയ MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെ? MBBS ഡോക്ടർ ആവാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. BDS BHMS ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് പോലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി. അതില്ലാതാക്കാൻ നോക്കേണ്ടത് ആരൊക്കെയാണ്? നമ്മൾ ഓരോരുത്തർക്കും അതിൽ, ഈ സമൂഹത്തില് നാം ഓരോരുത്തർക്കും അതില് പങ്കുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. എന്തായാലും ഇത്രയും സ്നേഹലാളനകൾ ഏറ്റ ഒരു പെൺകുട്ടിയാണ് സ്വന്തം വീട്ടിൽ നിന്ന് വേര് പിഴുതെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് എന്ന സത്യം ഓരോരുത്തരും മനസ്സിലാക്കണം. അത്രയേ ടീച്ചറിന് പറയാനുള്ളൂ. അപ്പൊ ഈ കവിത 1-2 പ്രാവശ്യം വായിക്കുക. വായിച്ചതിന് ശേഷം ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ബാക്കി. കാരണം ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം എഴുതാൻ കഴിയുള്ളൂ. ഇതിന്റെ പ്രയാസമുള്ള പദങ്ങളുടെ അർത്ഥം ടീച്ചർ എഴുതിത്തരാം. അപ്പോ ഇതിലെ ചെറിയ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ കവിതയുടെ ആശയം തുടക്കം മുതൽ ഒടുക്കം വരെ ചുരുക്കി ഈ കവിതയുടെ ആശയം എഴുതണം. ഇത്രയും ഇന്ന് മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.